അങ്കമാലി കറുകുറ്റിയിൽ വൻ കഞ്ചാവ് വേട്ട നടന്നിരിക്കുന്നു. 110 കിലോ കഞ്ചാവുമായി 4 ഇതര സംസ്ഥാന തൊഴിലാളികളാണ് പിടിയിലായിരിക്കുന്നത്. ട്രെയിൻ മാർഗം അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെത്തി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് അങ്കമാലി എക്സൈസ് സംഘം ഇവരെ പിടികൂടിയിരിക്കുന്നത്. അമൽ തുടരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമൽ, ഈ കഞ്ചാവ് വേട്ട, ലഹരി വേട്ട വളരെയധികം കൂടുന്ന ഒരു സാഹചര്യം കൂടിയാണിത്. ഇതിപ്പോൾ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ റെയ്ഡ്. പ്രതികളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലല്ലേ? എന്തൊക്കെയാണ് വിവരങ്ങൾ? ഇതൊരു എറണാകുളം ജില്ലയിൽ വലിയ രീതിയിലുള്ള ലഹരി വേട്ട ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടിയാണ്. നിലവിൽ കഴിഞ്ഞ ദിവസം പുലർച്ചയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഏകദേശം 110 കിലോഗ്രാമോളം കഞ്ചാവാണ് ഈ അങ്കമാലി കറുകുറ്റി ഭാഗത്തു നിന്നും പിടികൂടിയത്. 4 ഇതര സംസ്ഥാനത്തു നിന്നുള്ള ജീവനക്കാരാണ് നിലവിൽ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതായത് ഒഡീഷ സ്വദേശികളാണ് ഇവർ. ഈ ഒരു കഞ്ചാവ് എത്തിച്ചത് ഒഡീഷയിൽ നിന്നുമാണ് എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ട്രെയിൻ മാർഗം ഇവർ കേരളത്തിലേക്ക് അല്ലെങ്കിൽ എറണാകുളം ജില്ലയിലേക്ക് ഈ കഞ്ചാവ് എത്തിക്കുകയും അവിടെ നിന്ന് മറ്റു വാഹനത്തിൽ കടത്തി കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിനിടയിലാണ് നിലവിൽ ഡാൻസർ സംഘത്തിൻ്റെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും നേതൃത്വത്തിലുണ്ടായിരുന്ന പരിശോധനയിൽ ഈ കഞ്ചാവ് പിടികൂടിയത്. വലിയ ഒരു ക്വാണ്ടിറ്റി കഞ്ചാവ് തന്നെയാണ് നിലവിലിപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സംഘം പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതേസമയം തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇപ്പോൾ പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ വലിയ രീതിയിൽ കഞ്ചാവ് ഉപയോഗം നടത്തുന്നുണ്ട് എന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ തന്നെ പുറത്തു വരുന്നുണ്ട്. എല്ലാ ദിവസങ്ങളും നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ്. ഈ പെരുമ്പാവൂരിന് തൊട്ട് സമീപമാണ് ഈ അങ്കമാലി എന്ന പ്രദേശമുള്ളത്. ഈ പെരുമ്പാവൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രധാനമായും വലിയ രീതിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ കൂട്ടം കൂടി താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഇതിന് സമീപമുള്ള അങ്കമാലി ഭാഗത്തു നിന്നുമാണ് ഈ ഒരു കഞ്ചാവ് പിടികൂടിയത് എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ വളരെ അധികം ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് എന്ന വിവരമാണ് നിലവിലിപ്പോൾ പോലീസ് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായ അന്വേഷണങ്ങളൊക്കെ തന്നെ ഓരോ ദിവസങ്ങളിലും പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ഈ ഒരു 4 പേർ, ഒഡീഷ സ്വദേശികളായി 4 പേർ ഈ കഞ്ചാവ് കേരളത്തിലേക്ക് എത്തിച്ചത് അത് ആർക്ക് നൽകാനാണ് എന്ന രീതിയിലുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ നിലവിലിപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവർ ഏജന്റുകളാണോ, ആരിലേക്കൊക്കെയാണ് ഇത് എത്തുന്നത്, വിദ്യാർത്ഥികളിലേക്കടക്കം ഇത് എത്തുന്നുണ്ടോ, ഇതിന് പിന്നിൽ ആരൊക്കെയാണ് ഉള്ളത്, അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ 4 പ്രതികളെ, ഒഡീഷ സ്വദേശികളായ 4 പ്രതികളെയാണ് ഈ കഞ്ചാവ് കേസിൽ പിടികൂടിയിരിക്കുന്നത്. 110 കിലോ കഞ്ചാവാണ് ഇവരുടെ കയ്യിൽ നിന്ന് പിടികൂടുകയും ചെയ്തിരിക്കുന്നത്.